കാസ്റ്റിംഗ് കൗച്ച് പോലെ തന്നെ പലരും അപ്രോച്ച് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്രോച്ച് ചെയ്തിട്ടും പിന്നെയും വൃത്തിയായിട്ട് രീതി വന്നിട്ടുള്ളത് നിങ്ങൾ ചാനലിലൊക്കെ ഇപ്പൊ കൊണ്ടുനടക്കുന്ന ഒരു ഡയറക്ടറിന്റെ ജീവിതം തന്നെ നശിപ്പിച്ചിട്ടുള്ള ഒരാളാണ് മാത്രമാണ് ബിനീഷ് ബാസിന്റെ എന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും ഇപ്പോ എന്റെ കൂടെ നടന്ന വെച്ച ആൾക്കാർക്കൊക്കെ അറിയാം. കുറച്ച് ഹോട്ടായ സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർ മാജിക്കിന്റെ കേസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. സ്റ്റാർ മാജിക്കിന് കഷ്ടകാലം ഒഴിയുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്രയും കോഴികളുള്ളൊരു പ്രോഗ്രാം വേറെ ഒന്നില്ല. സ്റ്റാർ മാജിക്ക്, അതുപോലെ തന്നെ ഉപ്പും മുളക് എന്ന് പറയുന്നത്. എന്തോ ഭാഗ്യത്തിന് ചക്കപ്പഴത്തുനിന്ന് ഇപ്പോൾ ഒന്നും വന്നില്ല കേട്ടാ. ചക്കപ്പഴത്തുനിന്ന് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. ശ്രീകണ്ഠൻ നായർക്ക് കണ്ടകശനിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് ഇത്രയും തലവേദന പിടിച്ചൊരു ടീമുകൾ വേറെ ഒന്നില്ല. അദ്ദേഹം ആയതുകൊണ്ടാണ് ഈറ്റങ്ങളൊക്കെ അവിടെ തീറ്റിപ്പോറ്റുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത്രയും വൃത്തികെട്ടവന്മാർ, എന്തൊരു വൃത്തികെട്ടവന്മാർ കാണിക്കുന്നത്. ശിവമാർ എന്താ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഇനിയിപ്പോൾ ഇത് കളവാണെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു നീക്കം നടത്തണ്ടേ? ഇതൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. ധന്യ കാളി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ട്. ഈ സ്റ്റണ്ട് മാസ്റ്ററോട് ബിനീഷ് ബാസ്റ്റൻ പോയി ചോദിച്ചിരിക്കുന്നത് ഒന്ന് തരുമോന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് അവരെ പുറകെ നടന്നിട്ട് ശല്യം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഉപ്പും മുളകിലെ മറ്റേ ഡയറക്ടർ ശല്യം ചെയ്തില്ലേ ആ നടീന, അതേപോലെ പുറകെ നടന്നിട്ട് ശല്യം ചെയ്യുകയാണ്. ഒന്ന് വഴങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം അതിശയപ്പെട്ടു കേട്ടാ. അതായത് ബിനീഷ് ബാസ്റ്റൻ ഇങ്ങനെ പറയുമോ? കാരണം ബിനീഷ് ബാസ്റ്റൻ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്. പ്രത്യേകിച്ചും നല്ലൊരു ടൈലിൻ്റെ പണിക്കാരനാണ്. അതുപോലെ തന്നെ നമുക്കറിയാലോ, സിനിമയുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം അങ്ങനെ അതിൽ നിന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം ഈ ഒരു നിലയിലെത്തിയതാണ്. ഇപ്പോഴും നല്ല ഒരു എന്താ പറയേണ്ടത്, ഈ സ്റ്റാർ മാജിക്കിലൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ജനപിന്തുണയും കൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു 2-3 മാസം മുൻപ് വന്നൊരു അഭിമുഖമാണ്. ഇതൊരു തമാശ രൂപത്തിൽ പറഞ്ഞൊന്നുമല്ല. ഇത് തമാശ പറയേണ്ട കാര്യവുമല്ല. ഒരു സ്ത്രീയാണ് വന്ന് പറയുന്നത്. സ്ത്രീയോട് ചോദിക്കുകയാണ് അഭിമുഖം നടത്തുന്നയാൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സെക്ഷുവലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ സിനിമാ ഫീൽഡിൽ നിന്ന് ചോദിച്ചപ്പോഴേ പറയുകയാണ്, എന്നെ ആ ഒരു നടനുണ്ടല്ലോ, ഒരു സംവിധായകന ഇരുത്തി മൂലക്കാക്കിയൊരു നടനുണ്ടല്ലോ, ബിനീഷ് ബാസ്റ്റൻ, പേര് പറയാൻ എനിക്ക് മടിയില്ല, ബിനീഷ് ബാസ്റ്റൻ, അവൻ എന്നെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായിട്ട് എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടും അവൻ ഒഴിഞ്ഞു മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിനീഷ് ബാസ്റ്റനെതിരെ വളരെ ഗുരുതരമായ ഒരാരോപണമാണ് ഈ ധന്യ കാളി എന്ന് പറയുന്ന സ്റ്റണ്ട് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഈ ധന്യ കാളി സ്റ്റണ്ട് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത്, അതുപോലെ തന്നെ അവർ അനാദിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോഴെന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതാ സ്റ്റണ്ട് മാസ്റ്ററാണ്. അതുപോലെ തന്നെ സനൂഷക്കും ശ്വേതാമേനോനൊക്കെ ഡൂപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ ധന്യ കാളി എന്ന് പറയുന്നത്. അപ്പോൾ ധന്യ കാളിക്ക് ചെറിയൊരു പ്രശ്നം ബിനീഷ് ബാസ്റ്റനോടുണ്ടോ എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധന്യ കാളിയുടെ പ്രൊഫൈലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടു. ഞാൻ ഇതിനെപ്പറ്റി കൂടെ സ്റ്റഡി ചെയ്യും. അല്ലാതെ വായിക്ക് വന്നത് കോതക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ നമ്മളങ്ങനെ വെച്ച് കാച്ചലൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോഴേ ആരാണ് ധന്യ കാളി എന്ന് പറയുന്ന സ്റ്റണ്ട് മാസ്റ്ററെ, അവരെന്താണ് ആദ്യമൊക്കെ ചെയ്യുന്നത്, ഏതൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർ ഒരു മേനോനാണ്. അപ്പോൾ അവരൊരു മേനോനായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ആ ഒരു വിഷമം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സംവിധായകനെ സൈഡാക്കിയവനില്ലേ ബിനീഷ് ബാസ്റ്റൻ, അവനാണ് എന്നെ പിന്തുടരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് അവർക്ക് ഒരു സംവിധായകൻ്റെ പേരവിടെ പറയേണ്ട ആവശ്യമില്ല. അവർക്ക് സ്റ്റാർ മാജിക് താരം ബിനീഷ് ബാസ്റ്റൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അപ്പോഴേ ഈ സംവിധായകന് പ്രശസ്തി കിട്ടൂല. അതായത് സംവിധായകൻ അന്ന് ബിനീഷ് ബാസ്റ്റൻ്റെ കൂടെ ഈ വേദി പങ്കിടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴേ അതിലേറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് ബിനീഷിന് തന്നെയാണ്. അതായത് ആ സംവിധായകൻ അവിടെ തേഞ്ഞൊട്ടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ആരും ഓർക്കാറ് കൂടിയില്ല.
അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും ഓർത്തോട്ടെ, ബിനീഷ് ബാസ്റ്റിൻ അന്ന് കാണിച്ചത് തെണ്ടിത്തരമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരു സ്ത്രീ പോലും വന്നിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കത്തില്ല, അതും ഇങ്ങനെ അറിയുന്നൊരു നടനോട്. വെറുതെ വന്നിട്ട് ഒരാളെ പേര് ഇപ്പം ബിനീഷ് ബാസ്റ്റിൻ്റെ പേര് പറയാം, അങ്ങനെ പറയേണ്ട ആവശ്യവും അവർക്കില്ല. ബിനീഷ് ബാസ്റ്റിൻ എന്തോ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവരിത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ഇത് നടക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്കെല്ലാം ഇത് ഏതിൻ്റെ കേടാണ്? അല്ല, ഇവന്മാർ എന്താ ഇവന്മാർ ഭക്ഷണം എന്താണ് കഴിക്കുന്നതെന്നാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. ശ്രീകണ്ഠൻ നായരോട് പറയാനുള്ളത്, എനിക്ക് ഈറ്റകൾക്കൊക്കെ കഞ്ഞിയും പയറും മാത്രമേ കൊടുക്കാവൂ, ഇല്ലെങ്കിൽ അച്ചാറ്. അതായത് നിങ്ങളിങ്ങനെ മൃഷ്ടാന ഭോജനം കൊടുത്തിട്ടാണ് ഇവന്മാർക്ക് ഇങ്ങനെ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുകയെന്നൊക്കെ പറയില്ലേ, അതേപോലെ ആകുന്നത് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. ബിനീഷ് ബാസ്റ്റിൻ, അതിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടാ ബന്ധമുള്ള മറ്റൊരു നേതാവ്, പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു പാവപ്പെട്ട ഫോട്ടോഗ്രാഫറെ തല്ലിയ ബിനു അടിമാലി, ഇങ്ങനെ എന്തോരം കംപ്ലൈൻറ്റുകളാണ്. അതുപോലെ നമ്മുടെ ഉപ്പുമുളകിലെ ആ സീരിയലിൽ മറ്റേ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സ്ത്രീനെ വിടാതെ പിന്തുടർന്നിട്ടങ്ങ് ഇത് ചെയ്തു കൂട്ടിനി. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണിപ്പോൾ ഉപ്പുമുളകിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നടക്കുന്നത്. വേറെ എവിടെ ഇത് കേൾക്കുന്നുമില്ല. അതെന്തോ എനിക്ക് തോന്നുന്നത് ശ്രീകണ്ഠൻ നായർ ഇതിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ ഇത് എന്ന് പറയുന്ന അമിത സ്വാതന്ത്ര്യമായി പോയോ എന്നൊരു സംശയമുണ്ട് ചില ആൾക്കാർക്കൊക്കെ. അതായത് മറ്റുള്ള ചാനലിലൊക്കെ എന്ന് പറയുന്നത് അറിയുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നുകിൽ പിടിച്ച് പുറത്താക്കും. ഇവിടെ പുറത്താക്കുന്നില്ല, ഇവിടെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്, കുറച്ച് ദിവസം മാത്രമോ. ഈ പുറത്താക്കിയത് ആ തള്ളേനെ മാത്രമാണ്. പാപം അത്താഴ ഭക്ഷണിക്കാരായ ഒരു തള്ളിയില്ലേ, ഒരു മൊബൈലിന് വേണ്ടിയിട്ട് ഒരുത്തൻ ചതി ചെയ്തിട്ട് പുറത്തു വിട്ടത്. നമ്മളെ ഈ ഉപ്പുമുളകിലെ ഭവാനിയം അങ്ങനെ എന്തോ ആണെന്ന പേര്. അപ്പോൾ അവരെ മാത്രമേ ഉള്ളൂ പുറത്തു വിട്ടില്ലൂ, ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ വാണിംഗ് ആണ്. എന്തിനാണ് ആ തള്ളേനെ പുറത്തു വിട്ടിരുന്നതെന്ന് എനിക്കറിയുന്നില്ല. ആ 60-65 വയസ്സങ്ങാറ്റുണ്ട് അവർക്ക്. ആ ഒരുത്തനായിരുന്നു ഓൻ്റെ കടിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഓൻ പലതും ചെയ്തു എന്ന് ചോദിച്ചിട്ട് ആ തള്ളേനെ പുറത്തു വിടേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ബിനീഷ് ബാസ്റ്റിൻ്റെ ഈ സംഭവം ഞാൻ നോക്കി, ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുമ്പോഴും ഒരു അധികം ആൾക്കാരൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ ഇല്ല. അത് ഇങ്ങനെ ഒരു ആരോപണം പക്ഷേങ്കിൽ നെറ്റിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ബിനീഷ് ബാസ്റ്റിനെ അറിഞ്ഞിട്ടില്ലേ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള ഒരുപാട് സ്ഥലത്തുനിന്ന് ഞാൻ നോക്കി, പക്ഷെ എവിടെയും ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഈ ധന്യ കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ മാഫിയ ശശിയുടെ കൂടെയുള്ള സ്റ്റണ്ട് മാസ്റ്ററാണ്. അതുപോലെ തന്നെ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ഫ്ലവേഴ്സ് 1 കോടിയിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വല്ല പരിചയവുമാണോ ബിനീഷ് ബാസ്റ്റിന് എന്നറിയില്ല. ഏതായാലും ആ സമയം തന്നെ ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിനീഷ് ബാസ്റ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ. അങ്ങനെ ഇവർ 18-ാം വയസ്സിൽ ചേച്ചിയുടെ ഭർത്താവിന് വിവാഹം കഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അവിടുന്ന് ഓടി വന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരാളെ വിവാഹം കഴിച്ചു. അതിൽ ഇപ്പോൾ ഒരാളുണ്ട്, അദ്ദേഹവുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് വളരെയധികം ഫൈറ്റ് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ വളരെ ദുരിതവും കഷ്ടപ്പാടും ദാരിദ്ര്യവും ഇതൊക്കെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് വന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ വെറുതെ വന്നിട്ട് ബിനീഷ് ബാസ്റ്റിൻ്റെ പേര് എന്നാൽ വലിച്ചിടാം, അല്ലെങ്കിൽ ബിനീഷ് ബാസ്റ്റിന് ഇങ്ങ് വരട്ടെ എന്ന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ ബിനീഷ് ബാസ്റ്റിൻ ഇതിന് മറുപടി പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു ആരോപണമാണ്. ആ ആരോപണം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ബിനീഷിനുണ്ട്. തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ബിനീഷിനുണ്ട്. പക്ഷേ പറയുന്നത് സ്ത്രീയാണ്, അവർക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ കൂടെ കൂടിക്കോ, ഇതിലും വലുതാണ് ഇനി അങ്ങോട്ട് വരാനുള്ളത്. നന്ദി, നമസ്കാരം.